പാമ്പാടി വരുമ്പോൾ വഴിമുടക്കി നിന്ന് ശിവരാജു. പക്ഷേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന മട്ടിൽ ആരാധകരെ കൊണ്ട് വഴിയൊരുക്കി ശിവരാജുവിന് മുന്നിലൂടെ നടന്നുപോയ രാജന്റെ കഥയാണിത്. പാലക്കാട് മേലാർക്കോടിലാണ് ഈ സംഭവം നടന്നത്. ഇരു ദേശങ്ങൾക്കും വേണ്ടി ശിവരാജുവും പാമ്പാടിയും നേരത്തെ എത്തി. അമ്പല പ്രദക്ഷിണങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിട വഴികളിലൂടെ ശിവരാജുവിന്റെ വരവങ്ങ് ആരംഭിച്ചു. മറുവശത്ത് രണ്ടും കൽപ്പിച്ച് എന്ന മട്ടിൽ ശിവരാജുവിനെ മുന്നിലേക്ക് രാജൻ എന്ന രാജാവിന്റെ വരവായിരുന്നു. പഞ്ചവാദത്തിന്റെ അകമ്പടിയിൽ ഇരുവരും നേർക്കുനേർ ഒടുവിൽ കണ്ടുമുട്ടി. പെരുമാൾഡ എന്ന് ഒരു കൂട്ടർ, മന്നാടിയാർഡ എന്ന് മറ്റൊരു കൂട്ടർ. പാമ്പാടി എത്തിയതും കൊമ്പ് കോർക്കാൻ ശിവരാജുവിന് തിടുക്കമായി. അങ്ങനെ ഇരുവരും ഒന്നിച്ചു. പിന്നെ അവിടെ നിലവിന്റെ നീലാകാശം തൊടാനുള്ള മത്സരങ്ങളായിരുന്നു. കോട്ടയംകാരനും കൊല്ലത്തുകാരനും തമ്മിലുള്ള ഒരു തീപ്പൊരി മത്സരം. വീറും വാശിയും കൂടിയപ്പോൾ കമ്മിറ്റിക്കാർക്കും എന്ത് ചെയ്യണമെന്ന് ഒടുവിൽ അറിയാതെയായി. അവസാനം ഇരുവരെയും ഒന്ന് മയപ്പെടുത്താൻ അവർ പുറത്തെടുത്ത വജ്രായുധം അയ്യപ്പന്റെ ചിത്രമുള്ള കുടകളായിരുന്നു. അങ്ങനെ അയ്യപ്പന്റെ ഓർമ്മകളിൽ ഇരുവരും ശാന്തരായി നിന്നു. അയ്യപ്പനെ ശിരസിലേറ്റിക്കൊണ്ട് മേളവും കൊട്ടി കലാശിച്ചു. ഒടുവിൽ അയ്യപ്പനെ ശിരസിൽ നിന്നും ഇറക്കിയതും പാമ്പാടിയെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് മാറ്റി. ഒരു അംഗം മുറുകുമെന്ന് ഉറപ്പായ കമ്മിറ്റിക്കാർ പ്രശ്നം തീർക്കാനാണോ പാമ്പാടിയെ മാറ്റിയതെന്ന് അറിയില്ല കേട്ടോ. എന്നാലും പാമ്പാടിയുടെ തിരിച്ചുവരവ് കാത്ത് വഴിമുടക്കി ശിവരാജു ഒരുങ്ങി നിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. പാമ്പാടി തിരിച്ചെത്തിയപ്പോൾ കണ്ടത് വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്ന ശിവരാജുവിനെയും ടീമിനെയുമായിരുന്നു.
ശിവരാജു പാമ്പാടിയോട് ഒന്ന് മുട്ടാൻ ഒരുങ്ങി നിന്നു. ആദ്യം തനിക്ക് വഴിയൊരുക്കാൻ കമ്മിറ്റിക്കാരോട് ഒരു നിർദ്ദേശം അങ്ങ് കൊടുത്ത പാമ്പാടി ശിവരാജുവിന്റെ മുന്നിലേക്ക് ഒരു വരവായിരുന്നു. ശിവരാജുവിന് മുന്നിലൂടെ ഒറ്റയ്ക്ക് വഴിവെട്ടിക്കൊണ്ടുള്ള രാജന്റെ രാജകീയ വരവ്. നീ ജയിച്ചു എന്ന് കരുതേണ്ട എന്ന മട്ടിൽ ശിവരാജു ഒരു സൂചന മാത്രം കൊടുത്ത് അവിടെ നിന്ന് പിൻവാങ്ങി. അങ്ങനെ തൃക്കടവൂർ ശിവരാജുവിന്റെയും പാമ്പാടി രാജന്റെയും കഥകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.